നിങ്ങളുടെ ഗിയർലെസ് ടൂ വീലർ ഏതു തന്നെയായാലും അതിൻ്റെ ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ വണ്ടിയുടെ വീൽ സ്റ്റക്ക് ആവുന്നത് പോലെ ഫീൽ ആവുന്നുണ്ടോ? അല്ലെങ്കിൽ വണ്ടി സ്കിഡായി പോകുന്നുണ്ടോ? വണ്ടിയുടെ ബാക്ക് വീൽ ബെയറിംഗ് ഡാമേജ് ആകുന്നതാണ് ഇതിനൊരു പ്രധാന കാരണം. വീൽ ബെയറിംഗ് ഡാമേജ് ഉടനടി പരിഹരിച്ചില്ലെങ്കിൽ വണ്ടിയുടെ ടയറിൻ്റെ ഒരു ഭാഗം കൂടുതലായി വെട്ടിത്തേഞ്ഞ് പോകുന്നതാണ്. ഫ്രണ്ട് വീൽ ബെയറിംഗ് റീപ്ലേസ് ചെയ്യുന്നതിനേക്കാൾ ബാക്ക് വീൽ ബെയറിങ്ങിൻ്റെ റീപ്ലേസ്മെൻറ്റ് സർവീസ് ചാർജ് കൂടുതലാണ്. കാരണം ഗിയർലെസ് ടൂ വീലറുകളുടെ ബാക്ക് വീൽ ബെയറിംഗ് മാറുന്നതിനായി വണ്ടിയുടെ ഗിയർ ബോക്സ് പുറത്തേക്ക് എടുക്കേണ്ടതുണ്ട്. ഗിയർ ബോക്സിൽ നിന്നും ഗിയർ വീലുകളെല്ലാം തന്നെ പൂർണ്ണമായി ഡിസസംബ്ലി ചെയ്തതിന് ശേഷം മാത്രമേ ബാക്ക് വീൽ ബെയറിംഗ് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. വീൽ ബെയറിംഗ് കംപ്ലൈൻറ്റ് വന്നാൽ ബ്രേക്ക് ഷൂ ഇറഗുലറായി വെട്ടിത്തേയുന്നത് കൊണ്ട് വീൽ ബെയറിംഗ് ചേഞ്ച് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബ്രേക്ക് ഷൂവും കൂടെ മാറിക്കളയുന്നതാണ് ബ്രേക്ക് എഫിഷ്യൻസിക്ക് വളരെ നല്ലത്. വീൽ ബെയറിംഗ് ചേഞ്ച് ചെയ്യേണ്ട പ്രൊസീജിയർ എന്തൊക്കെയാണെന്നും വീൽ ബെയറിംഗ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യങ്ങളുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. താങ്ക്